അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹ് കമാ യുഹിബ്ബു റബ്ബുന വയർളാ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. സ്നേഹാദരണീയരായ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, കഴിഞ്ഞ ദിവസം ഒരു വ്ളോഗുകാരൻ്റെ ഒരു വീഡിയോ ക്ലിപ്പ് എനിക്കെൻ്റെ ഒരു സുഹൃത്ത് അയച്ചു തന്നു. ആ ക്ലിപ്പിൽ ഈ വ്ളോഗുകാരൻ പറയുന്നത് നബിദിനം ആഘോഷിക്കാൻ വിശുദ്ധ ഖുർആനിൽ തെളിവുണ്ട് പോലും. ആലോചിച്ച് നോക്കണം. എന്നിട്ട് അതിനൊരു ആയത്തും ഓതുന്നുണ്ട്. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് യൂനുസിലെ 58-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നത് നബിദിനം ആഘോഷിക്കാനാണ് എന്നാണ്. അതിൽ സന്തോഷിക്കുക എന്ന് പറഞ്ഞത് നബിദിനം ആഘോഷിക്കലാണ് അതിൻ്റെ താല്പര്യം എന്നാണ് ഈ വ്ളോഗുകാരൻ തട്ടിവിടുന്നത്. ഏതാണെങ്കിലും നിങ്ങൾ അദ്ദേഹത്തിൻ്റെ ആ സംസാരം ഒന്ന് കേൾക്കുക. അതിനുശേഷം ഈ ഒരു വ്ളോഗുകാരനോട് ഈ നിലക്ക് അള്ളാഹിൻ്റെ ഖുർആൻ ഓതി വായിൽ തോന്നിയ അർത്ഥം പറയുന്ന ഇതേപോലുള്ള കുറേ ടീമുകളുണ്ട്. അവരോടൊക്കെ നമുക്ക് പല ചോദ്യങ്ങളും ചോദിക്കാനുണ്ട്. ഏതാണെങ്കിലും ആയത്തുദ്ധരിച്ച സ്ഥിതിക്ക് ഈ വ്ളോഗുകാരൻ മുസ്ലിയാർ ഇനി നമ്മൾ ചോദിക്കുന്ന കാര്യങ്ങൾക്ക് മറുപടി പറയണം. അപ്പോൾ ആദ്യം നിങ്ങൾ ആ ക്ലിപ്പ് ഒന്ന് കാണുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനം ആഘോഷിക്കാമോ ഇല്ലെന്ന് ഒരുപാട് ആളുകൾ എന്നോട് മെസ്സേജ് അയച്ചിരുന്നു. ഖുർആനിലെ 10-ാം അധ്യായം സൂറത്ത് യൂനുസിലെ 58-ാം വചനത്തിലൂടെ വ്യക്തമായി അല്ലാഹു തആല പറയുന്നു, ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫൽയഫറഹൂ ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ. നബിയെ അങ്ങ് പറയുക, അള്ളാഹുവിന്റെ ഔദാര്യം കൊണ്ടും റഹ്മത്ത് കൊണ്ടും നിങ്ങൾ സന്തോഷിക്കുക, അതാണ് മറ്റെന്തിനേക്കാളും നിങ്ങൾക്ക് ഖൈറൻ. ആ ആയത്തിന്റെ ഒരുപാട് തഫ്സീറുകളിൽ നമുക്ക് കാണാൻ കഴിയും. ആ റഹ്മത്ത് എന്നാൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. കണ്ടില്ല സുഹൃത്തുക്കളെ, സൂറത്ത് യൂനുസിലെ 58-ാമത്തെ ആയത്താണ് ഇയാൾ ഓതുന്നത്. ഞാൻ ഈ വ്ളോഗുകാരനോട് ചോദിക്കട്ടെ, ഞാൻ ഇനി ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നിങ്ങൾ കൃത്യമായ നിലക്ക് മറുപടി പറയണം. ഒരു വീഡിയോ ഇട്ട് അങ്ങോട്ട് പോയാൽ പോരാ. നിങ്ങൾ നിങ്ങളുടെ ചാനലിലിട്ട പല വിഷയങ്ങൾക്കും പ്രാമാണികമായി ഞാൻ മുമ്പ് മറുപടി പറഞ്ഞിട്ടുണ്ട്. അതിനൊന്നും നിങ്ങൾ മറുപടിയോ അതല്ലെങ്കിൽ പ്രതികരണങ്ങളോ ഒന്നും നൽകിയിട്ടില്ല. ഈ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെങ്കിലും അതല്ലെങ്കിൽ ഇനി ഞാൻ നിങ്ങളോട് ഉന്നയിക്കുന്ന ഈ വെല്ലുവിളിക്കെങ്കിലും നിങ്ങൾ കൃത്യമായ നിലക്ക് മറുപടി പറയണം. നിങ്ങൾക്കറിയില്ലെങ്കിൽ അത് നിങ്ങളുടെ ചാനലിൽ അറിവുള്ളവരെ കൊണ്ട് പറയിപ്പിക്കൽ നിങ്ങളുടെ ബാധ്യതയാണ്. കാരണം നിങ്ങൾക്ക് ഈ വിഷയം പ്രാമാണികമായി സംസാരിക്കാൻ കഴിയില്ല എന്ന് എനിക്കറിയാം. കാരണം നിങ്ങൾ ആരുന്നോ നോട്ട് വാങ്ങി സംസാരിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഏതാണെങ്കിലും എനിക്ക് ചോദിക്കാനുള്ളത്, ഒന്നാമത്തെ എൻ്റെ ചോദ്യം, ഈ ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ഓതിയല്ലോ സൂറത്ത് യൂനുസിലെ 58-ാമത്തെ ആയത്ത്, ആ ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ലോകത്തുള്ള ഏതെങ്കിലും പ്രാമാണികരായ മുഫസ്സിറുകൾ റബീഉൽ അവ്വൽ മാസത്തിന് മതമഹത്വം നൽകി, റബീഉൽ അവ്വൽ മാസത്തിൻ്റെ 12-ാം തീയതിക്ക് പ്രത്യേകമായ മതമഹത്വം നൽകി, ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ആഘോഷങ്ങളുമൊക്കെ സംഘടിപ്പിക്കാൻ ഈ ആയത്ത് തെളിവാണ് എന്ന് ശരിക്കും നോട്ട് ചെയ്തോ? ഏതെങ്കിലും പ്രാമാണികരായ മുഫസ്സിറുകൾ രേഖപ്പെടുത്തിയത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ? ഇതെൻ്റെ വെല്ലുവിളിയാണ്. എന്തെങ്കിലും അള്ളാഹിൻ്റെ ഖുർആനെ കൊണ്ട് നിങ്ങൾ ആയത്തോതി ദുർവ്യാഖ്യാനം ചെയ്യുകയാണോ? നിങ്ങൾക്ക് തോന്നിയതുപോലെ അർത്ഥം പറഞ്ഞാൽ മതിയോ? നിങ്ങൾക്ക് തോന്നിയതുപോലെ വ്യാഖ്യാനിച്ചാൽ മതിയോ? നിങ്ങൾ ചെയ്യുന്ന അനാചാരങ്ങൾക്ക് റബ്ബിൻ്റെ ഖുർആനോതി നിങ്ങൾ ദുർവ്യാഖ്യാനിച്ചാൽ നിങ്ങൾ മറുപടി പറയണ്ടേ? ഏത് പ്രാമാണികരായ മുഫസ്സിറുകളാണ് ഈ ആയത്തുകൊണ്ട് നബിദിനം ആഘോഷിക്കാനുള്ള തെളിവാണിത് എന്ന് പറഞ്ഞത്? കാണിച്ചു തരണം. രണ്ടാമത്തെ എൻ്റെ ചോദ്യം, ലോകത്ത് അറബി തഫ്സീറുകൾ ഒരുപാടുണ്ട് പ്രാമാണികരായ, അത് പോകട്ടെ, മലയാളത്തിൽ വിശുദ്ധ ഖുർആനിന് വിവരണം നൽകിയിട്ടുണ്ടല്ലോ കേരളക്കരയിൽ. അത് മുജാഹിദുകളുടേത് വേണ്ട, സലഫികളുടേത് വേണ്ട, നിങ്ങളുടെ പാളയത്തിൽ നിന്ന്, സമസ്തക്കാരുടെ പാളയത്തിൽ നിന്ന് ഖുർആനിൻ്റെ വിവരണം ധാരാളം ഇറങ്ങിയിട്ടില്ലേ? ആ ഏതെങ്കിലും ഒരു ഖുർആൻ വിവരണത്തിൽ ഈ ആയത്തിൻ്റെ വിവക്ഷ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് റബീഉൽ അവ്വൽ മാസത്തിനും ആ മാസത്തിലെ 12-നും മതമഹത്വം നൽകി ആഘോഷിക്കാനുള്ള തെളിവാണ് ഈ ആയത്ത് എന്ന് പറഞ്ഞത് എഴുതിയത് കാണിക്കാനെങ്കിലും താങ്കൾക്ക് കഴിയുമോ? എന്തിനാണ് വെറുതെ വിവരക്കേട് വിളിച്ചു പറയുന്നത്? ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓരോ തഫ്സീറും വേണമെങ്കിൽ എനിക്ക് ഉദ്ധരിക്കാൻ കഴിയും. സാമ്പിളുകൾ ഞാൻ ഉദ്ധരിക്കാം. അവിഭക്ത സമസ്തയുടെ നേതാവ് TK അബ്ദുള്ള മുസ്ലിയാർ എഴുതിയ ഖുർആൻ പരിഭാഷ ഉണ്ട്. സമസ്തയുടെ ആദ്യത്തെ ഖുർആൻ പരിഭാഷയാണ്. 2 സമസ്തക്കാർക്കും അംഗീകരിക്കുകയല്ലാതെ യാതൊരു നിവൃത്തിയില്ല. ആ അബ്ദുള്ള മുസ്ലിയാരുടെ ഖുർആൻ പരിഭാഷയിലെങ്കിലും ഇത് നബിദിനത്തിനുള്ള തെളിവാണ് എന്ന് പറഞ്ഞോ? കേട്ടോ, ഞാൻ വായിക്കാം. 58-ാമത്തെ ആയത്തിൻ്റെ അർത്ഥമാണ് കൊടുക്കുന്നത്. പറയുക, അള്ളാഹുവിൻ്റെ ഔദാര്യം എന്ന് പറഞ്ഞാൽ ഇസ്ലാം, അവൻ്റെ കാരുണ്യവും, അതായത് അവൻ്റെ കാരുണ്യം എന്ന് പറഞ്ഞാൽ ഖുർആൻ, ആ ഖുർആൻ കൊണ്ട്, ആ കാരുണ്യം കൊണ്ട് അവർ സന്തോഷിക്കട്ടെ, അവർ
സംഭരിക്കുന്നവയേക്കാൾ ഉത്തമം അതാകുന്നു. അപ്പോൾ ഖുർആൻ കൊണ്ട് സന്തോഷിക്കണം, അതുകൊണ്ട് സന്തോഷിക്കാനാണ് പറഞ്ഞത് എന്നാണ് അബ്ദുള്ള മുസ്ലിയാർ പറഞ്ഞത്. ബ്ലോഗർ മുസ്ലിയാരോടാണ് എനിക്ക് ചോദിക്കാനുള്ളത്, എന്തിനാണ് ഇങ്ങനെ നുണ പറയുന്നത്? ഇനി നിങ്ങൾക്കറിയാലോ, സമസ്തക്കാരുടെ കൂട്ടത്തിൽ വളരെ പ്രസിദ്ധമായ തഫ്സീറാണ് കെ വി കൂറ്റനാടിൻ്റെ ഖുർആൻ വിവരണം അല്ലേ? ആ ഖുർആൻ വിവരണത്തിൽ ഫതുഹുർ റഹ്മാൻ എന്ന പേരുള്ള ആ വിശുദ്ധ ഖുർആൻ വ്യാഖ്യാനം കെ വി മുഹമ്മദ് മുസ്ലിയാർ കൂറ്റനാട് സുന്നി പബ്ലിക്കേഷൻ സെൻറ്റർ പ്രസിദ്ധീകരിച്ച ഖുർആൻ വ്യാഖ്യാനം, അതിൽ നിന്ന് ഞാൻ വായിച്ച് കേൾപ്പിച്ചു തരാം കേട്ടോ. മനുഷ്യർക്ക് എന്തെല്ലാം നേടുവാനും ശേഖരിക്കുവാനും കഴിയുന്നുവോ അതിനേക്കാളെല്ലാം വിലപിടിച്ചതും അവരുടെ ജീവിത വിജയങ്ങൾക്ക് ഉപയുക്തവുമാണ് ഖുർആൻ. അള്ളാഹുവിൻ്റെ ഔദാര്യവും കാരുണ്യവും മൂലമാണ് അതവൻ മനുഷ്യർക്ക് നൽകിയത്. അതുകൊണ്ട് അതിൽ സന്തോഷം പ്രകടിപ്പിക്കുകയാണ് മനുഷ്യൻ ചെയ്യേണ്ടത്. ഇതൊന്നും പഠിക്കാതെ സാധാരണക്കാരെ വഴിതെറ്റിക്കുകയാണോ? റബ്ബിൻ്റെ ഖുർആൻ ഓതിയിട്ടല്ലേ നിങ്ങൾ ഈ പറയുന്നത്? ആലോചിക്കണ്ടേ? ഇനി എത്ര പരിഭാഷ നിങ്ങൾക്ക് വേണം? ഇനി നിങ്ങളൊന്നും കൂടെ കേട്ടോ. തിരൂരങ്ങാടി ഖാളി അബ്ദുറഹ്മാൻ മഖ്ദൂമി തങ്ങളുടെ ഖുർആൻ വിവരണമുണ്ട്. AP വിഭാഗത്തിലെ ഖാളിയായിരുന്നു അദ്ദേഹം. ഫതുഹുൽ അലീം എന്നാണ് ആ ഖുർആൻ വിവരണത്തിൻ്റെ പേര് അല്ലേ? അഹ്ലുസുന്നയുടെ ആദർശങ്ങളോട് 100% കൂറ് പുലർത്തുന്നു എന്ന് SSFൻ്റെ മുഖപത്രമായ റിസാല പോലും പുകഴ്ത്തിയ മഖ്ദൂമിയുടെ, തിരൂരങ്ങാടി അബ്ദുറഹ്മാൻ മഖ്ദൂമിയുടെ ഖുർആൻ വിവരണത്തിൽ നിന്ന് ഞാൻ വായിച്ച് കേൾപ്പിച്ചു തരാം. എന്താണ്? വിശുദ്ധ ഖുർആൻ അള്ളാഹുവിൽ നിന്നുള്ള സതുപദേശമാണ്. ഹൃദയങ്ങളിലുള്ള സത്യനിഷേധം, കാപഢ്യം, സംശയം തുടങ്ങിയ രോഗങ്ങൾക്കുള്ള സിദ്ധൌഷധമാണത്. സന്മാർഗദർശനമാണ്. സത്യവിശ്വാസികൾക്കുള്ള കാരുണ്യമാണ്. അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹവും കാരുണ്യവും കൊണ്ടാണ് നമുക്കത് ലഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നാം സന്തോഷിക്കുകയും അതനുസരിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്തുകയും വേണം. ഇത് തിരൂരങ്ങാടി ഖാളി മഖ്ദൂമി അബ്ദുറഹ്മാൻ മഖ്ദൂമി എഴുതിയതാണ്. ഇനി വേണം റഹ്മത്തുള്ള ഖാസിമിയുടെ ഖുർആൻ വിവരണം വേറുണ്ട്. അപ്പോൾ സമസ്തയുടെ പാളയത്തിൽ നിന്ന് ഇറങ്ങിയ ഖുർആൻ വിവരണങ്ങളിൽ പോലും ഇത് നബിദിനാഘോഷത്തിനുള്ള തെളിവാണ് എന്ന് അവർക്ക് മനസ്സിലായിട്ടില്ല. എന്നിട്ടാണ് ഒരു ബ്ലോഗ് ഉണ്ടാക്കിയിട്ട്, അതല്ലെങ്കിൽ യൂട്യൂബ് ചാനൽ ഉണ്ടാക്കിയിട്ട് യാതൊരു വിവരമില്ലാതെ വേഷം കെട്ടി അള്ളാഹുവിൻ്റെ കിതാബിലുള്ള ആയത്തുകൾ ഓതി ജനങ്ങളെ വഴിതെറ്റിക്കുന്നത്. പറയുന്നത് തന്നെ പരസ്പരം വിരുദ്ധമാണ്. ആദ്യ നൂറ്റാണ്ടിലില്ല, 3 നൂറ്റാണ്ട് കഴിഞ്ഞിട്ടാണ് ഉണ്ടായത്, നല്ല ബിദ്അത്താണ് എന്നൊക്കെ മുടന്ത ന്യായങ്ങൾ പറയും. ഇപ്പോൾ ഖുർആനിൽ നിന്ന് തെളിവോതിയിരിക്കുകയാണ്. ഇനി മൂന്നാമത്തെ എൻ്റെ ചോദ്യം, ഇനി അവിടെ സന്തോഷിക്കുക എന്ന് പറഞ്ഞ നബിയെ കൊണ്ട് തന്നെയാണെന്ന് വിചാരിക്കുക അല്ലേ? എങ്കിൽ ഞാൻ ചോദിക്കട്ടെ, റബീഉൽ അവ്വൽ മാസത്തിന് പ്രത്യേക പുണ്യമുണ്ടെന്നും അതല്ലെങ്കിൽ ആ മാസത്തിലെ 12-ന് പ്രത്യേക മതമഹത്വം നൽകി ആഘോഷിക്കണമെന്ന് എവിടെയാണ് അതുകൊണ്ട് കിട്ടുക? നിങ്ങൾ റബീഉൽ അവ്വൽ മാസത്തിൽ നബിയുടെ ജന്മദിനാഘോഷിക്കാനാണല്ലോ തെളിവോതുന്നത്. അതെങ്ങനെയാണ് കിട്ടുക? ഇനി മാത്രവുമല്ല, ഈ ആയത്ത് ആദ്യം അവതരിച്ചത് വ്ളോഗർ മുസ്ലിയാരെ, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കല്ലേ അവതരിച്ചത്? അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിനല്ലേ ഈ കൽപ്പന ആദ്യമായി കിട്ടിയത്? അപ്പം നബി അത് പ്രാവർത്തികമായി കാണിച്ചു തരണ്ടേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴെങ്കിലും പറഞ്ഞോ, ഇന്ന് എൻ്റെ ജന്മദിനമാണ്, അതിൽ സന്തോഷിക്കണമെന്ന് അള്ളാഹ് എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഖുർആനിൽ ആയത്തിറങ്ങിയിട്ടുണ്ട്, വരൂ നമുക്ക് ജന്മദിനം ആഘോഷിക്കാം? കാണിച്ചു തരാൻ പറ്റുമോ മുസ്ലിയാരെ അള്ളാഹിൻ്റെ റസൂൽ അത് പ്രാവർത്തികമാക്കിയത്? അപ്പോൾ നിങ്ങളുടെ വാദപ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇറങ്ങിയ ഈ ഖുർആൻ, ഈ ഒരു കൽപ്പന, ഈ സന്തോഷം പ്രകടിപ്പിക്കാനുള്ള കൽപ്പന, ഈ ജന്മദിനാഘോഷിക്കാനുള്ള കൽപ്പന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പ്രാവർത്തികമാക്കി കാണിച്ചു കൊടുക്കാതെയാണ് ഈ ദുനിയാവിൽ നിന്ന് പോയത് എന്ന് ഗുരുതരമായ ആരോപണം അള്ളാഹിൻ്റെ റസൂലിനെ കുറിച്ച് പറയേണ്ടി വരൂലേ? ചിന്തിക്കാതെ എന്തെങ്കിലും വിളിച്ചു പറയാം, ആരെങ്കിലും തന്ന നോട്ട് പ്രസംഗിക്കല. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം കഴിഞ്ഞ് സ്വഹാബത്ത് അങ്ങനെ ചെയ്തോ? ഖുർആനിൽ അങ്ങനെ ഒരു കൽപ്പന ഉണ്ട്, സന്തോഷിക്കാനുള്ളതാണ്, നബിദിനാഘോഷത്തിനുള്ള തെളിവാണ്. അതുകൊണ്ട് സ്വഹാബിമാർ, 4 ഖുലഫ ഉർ റാഷിദീങ്ങൾ, മഹാന്മാരായ സ്വഹാബത്ത്, താബിഉകൾ കാണിച്ചിട്ടില്ല. താബിഉകൾ, തബഉ താബിഉകൾ, അതിനുശേഷം വന്ന ഇമാമീങ്ങൾ, അവർക്ക് ആർക്കും ഈ ആയത്ത് ദിനാണെന്നുള്ള മനസ്സിലായിട്ടില്ല. പിന്നീട് ഖുർആനിന് തഫ്സീർ എഴുതിയ മുഫസ്സിറുകൾ, അവർക്കും മനസ്സിലായിട്ടില്ല. പിന്നീട് മലയാളക്കരയിൽ ഖുർആൻ വ്യാഖ്യാനം എഴുതിയ സമസ്ത മുഫസ്സിരീങ്ങൾ, അവർക്കും ഇത് മനസ്സിലായിട്ടില്ല. പിന്നെ മനസ്സിലായത് ആർക്കാണ്? ഈ വ്ളോഗ് ചെയ്യുന്ന ഈ മുസ്ലിയാരുട്ടിക്കാണ്. എന്ത് ചെയ്തത്? ഇത് ഖുർആനിലെ ഈ സൂറത്ത് യൂനുസിലെ 58-ാമത്തെ ആയത്ത് നബിദിനാഘോഷത്തിന് തെളിവാണ്, പലരും ചോദിക്കുന്നുണ്ട്, ഇത് ആയത്ത് പിടിച്ചോ എന്ന് പറഞ്ഞ് വന്നിരിക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്,
അള്ളാൻ്റെ ഖുർആൻ ഓതിയിട്ട് ഇല്ലാത്ത അർത്ഥവും ആശയവും പറയരുത്, തോന്നിയതുപോലെ വ്യാഖ്യാനിക്കരുത്. നരകത്തിൽ സീറ്റ് ഉറപ്പിച്ചു കൊള്ളേണ്ടി വരും. ഇവിടെ ചിലപ്പോൾ കുറച്ച് വ്യൂസും ലൈക്സും അതേപോലെ തന്നെ കുറച്ച് വരുമാനമൊക്കെ കിട്ടും. പക്ഷെ പരലോകത്തെത്തിയാൽ ആരും ഉണ്ടാവില്ല എന്നുള്ള ഓർമ്മ വേണം എന്ന് മാത്രമാണ് ഇതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങൾക്ക് നിങ്ങൾ സത്യസന്ധമായിട്ടാണ് പറയുന്നതെങ്കിൽ അതിന് മറുപടി പറയാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.